ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായിട്ട് ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ എന്താണ് ജഡത്തിൽ ജനിച്ചത്? അപ്പൊ ഈ ജഡം ആരായിരിക്കും ജഡം? മനുഷ്യരെങ്ങനെ ജഡമായത്? അപ്പം ഈ ജഡം എന്ന് പറഞ്ഞാൽ ആദം ജഡമായിട്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ സാറേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനുള്ളവനായിട്ടിരിക്കുക അല്ലേ, ഞാൻ ഇന്നങ്ങ് മരിച്ചെന്ന് കൂട്ടിക്കും. നാളെ ഇപ്പൊ സാർ എന്റെ ബോഡി കാണാൻ അങ്ങോട്ട് വരിക. അപ്പൊ സാർ അവിടുന്ന് വരുന്നവരോട് ചോദിക്കുന്നത് വിജയനെ എപ്പോ കൊണ്ടുവന്ന് ചോദിക്കുമോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മാന്യമായിട്ടാ അല്ലെങ്കിൽ ചോദിക്കാൻ ഷാബു അങ്ങനെയാണ് നമ്മൾ പറയില്ലേ, പണ്ടങ്ങനെ ഷാബു എപ്പോഴാ നോക്കി ഒരു മനുഷ്യന് ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ മനുഷ്യന്റെ ജീവൻ എന്നിരുന്ന് പോയി കഴിഞ്ഞാൽ മനുഷ്യരായിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശവമായിട്ട് തീർന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ഒരുവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ അവനെന്താ? ശവമല്ലേ? ഈ ജഡം എന്ന് പറഞ്ഞാൽ ശവം നല്ലത്. അപ്പൊ ദൈവത്തിന് മുമ്പിൽ ശവമായിട്ട് തീർന്ന, മനസ്സിലാകുന്നുണ്ടോ? ജഡമായിട്ട് തീർന്ന. എന്തുകൊണ്ട്? പാപം ചെയ്ത നാളിൽ ആത്മാവിലുള്ള വിശുദ്ധിയിൽ മരിച്ചുപോയ ഇവന് ദൈവത്തിന് മുമ്പിൽ എന്താണ്? ദൈവത്തിന്റെ ജീവൻ ഇല്ലാത്തവൻ ദൈവത്തിന് മുമ്പിൽ ജഡമാണ്. മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടവൻ മനുഷ്യന്റെ മുമ്പിൽ ജഡമാണ്, ചത്തുപോയി എന്നുവെച്ചാൽ ജീവൻ പോയി. കർത്താവിന്റെ ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ ചത്തുപോയി എന്ന് വെച്ചാൽ ദൈവജീവൻ ഇല്ലാതെയായിട്ട്. ഇനി മനുഷ്യന്റെ ജീവനേ ഉള്ളൂ, അത് നശിച്ചു പോകും. നിത്യമായിരിക്കുന്ന ജീവൻ ദൈവത്തിന്റെ, ആ ജീവനിൽ നമ്മൾ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ ഈ ആദമിൽ ജനിച്ചവരെല്ലാം ജഡമാകുന്നു. അതാ ജഡത്തിൽ ജനിച്ചതെല്ലാം, എന്നാൽ ജീവനില്ലാത്തതിൽ ജനിച്ചതെല്ലാം ജീവനില്ലാത്തത്. ജീവനില്ലാത്തതിന് ജീവൻ ഉണ്ടാകുമോ? ജീവനില്ലാത്ത ഒരു വസ്തുവിൽ ജീവൻ ഉണ്ടാകുമോ? ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ എനിക്കൊരു കുഞ്ഞു ജനിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ജീവനുള്ളവരിൽ നിന്ന് മാത്രമേ ജീവൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദമിൽ നഷ്ടപ്പെട്ടു പോയ ജീവനായതുകൊണ്ട്, ജീവൻ ആദമിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ദൈവം അവനെ ജഡമെന്ന് പേരിട്ടു. അവരിൽ നിന്ന് ജനിച്ചവർക്ക് ആർക്കും എന്തില്ല? അപ്പൊ നോക്കിയ പാപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? പാപി എന്ന് പറഞ്ഞാൽ സാറേ ജീവനില്ലെന്നാണ്, നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ ശവമാണെന്നല്ല, ദൈവസന്നിധി നിങ്ങൾ ശവമാണെന്ന് എൻ്റെ അർത്ഥം. ഞാനും ആയിരുന്നു, ഇപ്പോൾ ഞാൻ ജീവൻ പ്രാപിച്ചത്. ഇതിന്റെ ഭയങ്കരത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സാറിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? കാരണം നമ്മുടെ മുമ്പിൽ ഒരു മരണമുണ്ട്, ഇല്ലെങ്കിൽ ഇതിന് ആവശ്യമില്ല. അപ്പൊ ജഡത്തിൽ ജനിച്ച ജഡമാണെന്ന് വെച്ചാൽ ആദമിൽ ജനിച്ച എല്ലാവരും എന്താണ്? ദൈവത്തിന് മുമ്പിൽ മരിച്ചവരാ. നമുക്ക് സ്വർഗത്തിൽ പങ്കു ഓഹരി ഇല്ല. എന്നിട്ട് പറയുകയാണ്, ആത്മാവിൽ ജനിച്ചത് ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആത്മാവിനാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവായിട്ട് തീരും. ഈ ആത്മാവ് പറഞ്ഞാൽ എന്നേക്കും ജീവിക്കുന്ന ദൈവാത്മാവ്. അപ്പം പുതുതായിട്ട് ജനിക്കുക പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്ന. അപ്പം ഇത് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. അപ്പൊ കർത്താവ് സൂചിപ്പിച്ചത് ഞാൻ നാളെ ക്രൂശിൽ മരിക്കും, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും. എന്താ വിശ്വസിക്കേണ്ടത്? എനിക്ക് വേണ്ടി മരിച്ചവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം നമ്മളെ ദൈവം നീതിയായിട്ട് കണക്കും. അപ്പൊ നമ്മൾ എന്താണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക? ഞാൻ ഇവിടെ നിർത്തുക. എന്താണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? നമ്മളെ ഇവിടെ ശ്രദ്ധിച്ച യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്തോ, ആർക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചത്? പറ. യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാ, കരന് വേണ്ടിയിട്ടാ. വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് ധ്യാനിച്ച് രാത്രി കിടക്കുമ്പോൾ ഉറക്കം ഇച്ചിരി താമസിച്ച് വന്നാൽ മതി. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ക്രൂശിലെ കാരണം ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ക്രൂശിൽ അവൻ പെടയുന്നൊന്ന് ഓർത്ത് നോക്കിയേ. ആ ക്രൂശിൽ അവൻ്റെ കർണത്തടിക്കുന്നു, ഇല്ലേ, ചാട്ടവാരടിക്കുന്നു, പിതാവായ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, മുൾക്കിരീടം ചൂടപ്പെട്ടിരിക്കുന്നു, സകല മനുഷ്യരുടെയും തുപ്പലേറ്റുകൊണ്ട് വിരുദ്ധനാക്കപ്പെട്ട് ആ രണ്ട് കള്ളന്മാരുടെ മധ്യേ തൂങ്ങിക്കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അവന് കഷ്ടം മരിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്? ഓർമ്മയില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. ഇതൊക്കെ ഒന്ന് ധ്യാനിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ടു. നമ്മൾ ഉറങ്ങുന്നതിന് ഇതൊക്കെ ഒന്ന് ധ്യാനിക്കണം. എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് ചിന്തിക്കണം. അസാധാരണമായിട്ട് സന്തോഷം നമുക്കുണ്ടാകും. കാരണം നമ്മളെല്ലാം ഇത്രമാത്രം സ്നേഹിക്കാൻ വരെയാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തിരിച്ച് കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ധ്യാനിച്ച് വേണം കർത്താവിനെ സ്നേഹിക്കാൻ, അല്ല വെറുതെ അല്ല കർത്താവിനെ സ്നേഹിക്കാൻ. എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ വേറൊരുത്തനില്ല. ഇതൊക്കെ ഓർത്ത് നമ്മൾ അവനെ ധ്യാനിച്ച് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവൻ എന്നെ സ്നേഹിച്ചിട്ടാണ് മരിച്ചത്. വെച്ചാൽ എന്നോട് കൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് മരിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു മരിച്ചത് എന്നോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു തീരുമാനം എടുക്കാം, കർത്താവേ ഞാൻ നിന്നോട് കൂടെ ജീവിക്കാൻ തയ്യാറ്. അപ്പൊ നിനക്ക് വേണ്ടി ഒരാൾ മരിക്കാൻ തയ്യാറായാൽ ആ സ്നേഹം എത്ര വലുതാ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കണം, ഞാൻ ഇവന് വേണ്ടി ജീവിക്കും. സാറേ അതല്ലേ നല്ലത്? ഇത്രയും നാൾ അവന് വേണ്ടി സാർ ജീവിച്ചില്ല, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എതിർത്താലും എങ്ങനെ വെച്ചാൽ ഞാൻ ധൈര്യമായി നിർത്തുള്ളൂ. ആ കർത്താവിന് വേണ്ടി സാർ ജീവിച്ചിട്ടുണ്ട്.
നമ്മൾ ജീവിച്ചത് നമുക്ക് വേണ്ടിയിട്ട്, ലോകത്ത് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല. നിരാശയും ദുഃഖവും അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവേ ഞാൻ വരുന്നു, ഈ ക്രൂശിൽ മരിച്ച എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെ? എല്ലാത്തിനേക്കാളും ഉപരി. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവനെ അനുസരിക്കാൻ പറ്റുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, ബാക്കി പറയാം അമ്മയ്ക്ക്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് പറഞ്ഞ വചനമല്ല. ഇങ്ങനെ അവനെ സ്നേഹിച്ചിട്ട് വേണം ഒരുവൻ സ്നാനത്തിൽ. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ തന്നെ ഇങ്ങനെ സ്നാനമേൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരിൽ നിന്നാണ് വീണ്ടും ജനിക്കുക. കർത്താവ് പറയുന്നത് വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം. അപ്പം മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉള്ളിലേക്ക് വരും. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നതാണ് പാപമോചനം, വീണ്ടും സ്വർഗത്തിൽ ജനിക്കുന്നത് അപ്പോഴാണ്.